ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിലേക്ക് ഇത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചത്, അതായത് സ്കൂൾ സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ ഇത്തിരി സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ചീത്തയായിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇത്തിരി സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഇത്തിരി സാധനങ്ങൾ കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബാഗ് നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ബാഗ് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പർപ്പിൾ കളർ ബാഗാണ് കേട്ടോ. പിന്നെ അംബ്രല്ല, അത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് തന്നെയാണ് കേട്ടോ, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഷാർപ്നർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഷാർപ്നർ കേടായി. ഷാർപ്നർ മര്യാദയ്ക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പുതിയൊരു ഷാർപ്നർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ലഞ്ച് ബോക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേപോലത്തെ തന്നെ സെയിം സാധനങ്ങളായിരിക്കും അവന് വാങ്ങിച്ചിട്ടുള്ളത്, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ലഞ്ച് ബാഗ് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ലഞ്ച് ബാഗ്. ഇത് പാണ്ടയുടെ ലഞ്ച് ബാഗാണ്. പിന്നെ ഇവിടെ ഒരു സിബുണ്ട്. ഓക്കെ, ഇതാണ് ലഞ്ച് ബാഗ്. വാട്ടർ ബോട്ടിൽ, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ വാട്ടർ ബോട്ടിലാണ്. ഞങ്ങൾക്ക് ഹോളി കമ്മ്യൂണിറ്റിന് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളുണ്ട് കേട്ടോ. അത് സ്കൂൾ ഐറ്റംസ് ഇത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് വാട്ടർ ബോട്ടിൽ. കഴിഞ്ഞ വർഷത്തേക്കൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പഴയ തന്നെ യൂസ് ചെയ്യും കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലത്തെയാണ്. പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാപ്ലർ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാപ്ലർ വർക്കിംഗ് അല്ല, അതുകൊണ്ടാണ് പുതിയത് വാങ്ങിച്ചത് ഫ്രണ്ട്സ്. പിന്നെ ഞാനൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് മുന്നേ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടൊരു ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ചെയ്യാൻ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് തന്നെയായിരുന്നു കേട്ടോ. A4 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. A4 ഷീറ്റ് വളരെ അത്യാവശ്യമാണ്. ചെറുതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ബണ്ടിലായിട്ട് വാങ്ങാറ്, ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങാറുള്ളൂ. ഈ പൗച്ച് കാണിച്ചു തരാം. എൻ്റെ അനിയന് ഒരു റെഡ് കളർ ബാഗാണ്, അവന് പഴയ തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ളൂ ആ ബാഗ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ അനിയൻ്റെ പൗച്ച്. അവഞ്ചേഴ്സിൻ്റെ ഒരു പൗച്ചാണ്, അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ പൗച്ച്, ഒരു പിങ്ക് കളർ പൗച്ചാണ്. യൂണിക്കോണിൻ്റെ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പൗച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ സാധനങ്ങൾ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇവിടെ സിബ് പോലെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു ഹൈലൈറ്റർ, ഒരു പേസ്റ്റൽ കളർ ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഇരിക്കുക യൂസ് ചെയ്തതെന്ന് പറഞ്ഞ ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു റെഡ് പെൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കറക്ഷൻ പെൻ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് വൈറ്റ്നറും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അമ്മയാണ് യൂസ് ചെയ്യാറ്. ഇതാണ് വൈറ്റ്നർ. പിന്നെ ഈ പൗച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ ബ്ലൂ പെന്നാണ് യൂസ് ചെയ്യാറുള്ളത്. ഞങ്ങൾ പുതിയത് പെൻ വാങ്ങിച്ചിട്ടില്ല, പഴയതല്ല, നമുക്ക് പേന സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നോട്ട്ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പേപ്പർ ഗ്രിഡിൻ്റെ നോട്ട്ബുക്കാണ്, 5 എണ്ണമുണ്ട്. ഞങ്ങൾക്ക് നോട്ട്ബുക്സ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അമ്മയ്ക്ക് ആവശ്യമുണ്ട്, പിന്നെ റഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. വാട്ടർ കളർ, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ലേ വാട്ടർ കളർ. നിങ്ങളുടെ പഴയ ഇതാണ് യൂസ് ചെയ്യാറ്, ഇത് യൂസ് ചെയ്ത് തന്നെ. ഓക്കെ,
പിന്നെ നമ്മുടെ കളേഴ്സ് ഇല്ലേ, ഈ കളറിങ് പെൻസില്, ക്രയോൺസ്, ഓയിൽ പേസ്റ്റിൽ അതെല്ലാവരും സെറ്റായിട്ട് ഞങ്ങൾക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ പഴയതുണ്ട്, ബട്ട് ഇതിങ്ങനെ സെറ്റ് ആയിട്ടുള്ളതല്ല, സെപ്പറേറ്റ് ആണ്. അതിൽ ചിലതൊന്നും തെളിയില്ലാത്ത തെളിയാത്തത് ഞാൻ ഇതിൽ നിന്നാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഗ്ലിറ്റർ പെന്നാണ്. ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. ഞങ്ങൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് തീർന്നിട്ടില്ല. ഇത് ഞങ്ങൾ ആക്ടിവിറ്റിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്ത മറ്റേ പേസിലേക്ക് ഇങ്ങനെ പാടലുണ്ട്, യൂസ് ചെയ്യാറില്ല അധികം. പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ ക്രയോൺ ആർട്ട് സെറ്റ്. പിന്നെ ഇതിൽ തന്നെ പെൻസിലുണ്ട്, അതുകൊണ്ട് പെൻസിൽ വാങ്ങിച്ചില്ല. ഇതിൽ തന്നെ നമുക്ക് പെൻസിൽ കിട്ടും. ഇതിൽ തന്നെ ഒരു ഷാർപ്പനറും കൂടി കിട്ടോ. ഇത് ഷാർപ്പനർ, ചെറിയ ഷാർപ്പനറാണ്. പിന്നെ ഇത് നമ്മുടെ പെൻസിലാണ്. അല്ല, പല കളറിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കളർ പെൻസിലല്ല, സാധാ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ പെൻസിലാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ബോക്സിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു കളർ പെൻസിലാണ് കേട്ടോ. പെൻസിൽ ടൈപ്പ് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷാർപ്പനർ ഉണ്ടായിരുന്നു, അത് കാണാനില്ല, ഒരു ബ്ലാക്ക് കളറ്. പിന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ്. ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. ഇതൊരു കാറിനാണിത്, കാരണം കറക്കുന്നുണ്ട് നമ്മൾ മായ്ക്കാം, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല അധികം. പിന്നെ ഇത് ഓയിൽ പേസ്റ്റിലാണ് കേട്ടോ. ഓയിൽ പേസ്റ്റിൽ ഞങ്ങൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്കെച്ചാണ് കേട്ടോ, സ്കെച്ച്. പിന്നെ ഇത് ക്രയോൺസ്. ഇതൊക്കെയാണ് നമ്മുടെ കളറിങ് സെറ്റിൽ വരുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു CD/DVD മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കളറ്. ഞങ്ങളുടെ നോട്ട്ബുക്സിലും ടെക്സ്റ്റ് ബുക്സിലൊക്കെ പേര് എഴുതാനാണ് ഞങ്ങൾ നെയിം സ്ലിപ്പ് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ റാപ്പേഴ്സ് കിട്ടും, സ്കൂളിൽ തന്നെ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് പേര് എഴുതാനായിട്ട് ഇതും കൊണ്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബുക്സൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഞങ്ങൾ പൊതിഞ്ഞത് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ പേര് എഴുതാറ്. പിന്നെ ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്ന നോട്ട്ബുക്സ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഞങ്ങൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ, കൂടുതലും അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.